വി വസീഫ്, ഇപ്പോൾ വെള്ളാപ്പള്ളി ഒരു വർഗീയവാദിയാണ് എന്ന നിലപാട് CPM-നും മുഖ്യമന്ത്രിക്കും ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം കാറിൽ കയറ്റിയത് ഞാനാണെങ്കിൽ കാറിൽ കയറ്റില്ല എന്നാണ് ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാറിൽ കയറ്റിയതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എന്തുകൊണ്ടാണ് കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ടാകുന്നത്? ഒരു വർഗീയവാദിയായതുകൊണ്ടും വർഗീയ പ്രസംഗങ്ങളും വർഗീയ പ്രതികരണങ്ങളും തുടർച്ചയായി നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം എന്നതുകൊണ്ടുമാണ്. അപ്പോൾ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ എങ്ങനെയാണ് ജനം മനസ്സിലാക്കേണ്ടത്? ശ്രീ വസീഫ്. ഇവിടെ ഇപ്പോൾ രാജു പി നായരും കേരളത്തിലെ കോൺഗ്രസും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗാണ് പ്രധാനം. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും അവർ കഴിഞ്ഞ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലയളവിൽ അവരെടുത്തൊരു തന്ത്രം അല്ലെങ്കിൽ അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട എന്തായിരുന്നു? നിങ്ങളെടുത്ത് പരിശോധിച്ചോ? അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ CPM-ൻ്റെ ഓരോ നേതാക്കളെയും സംഘിയാക്കണം എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ഓരോന്നെടുത്തോ. വിജയരാഘവൻ സഖാവിനെ അവർ പരിശ്രമിച്ചില്ലേ? എത്രത്തോളം അവരുടെ ഹാൻഡിലുകളിൽ നിന്ന് തുടർച്ചയായി വിജയരാഘവൻ സഖാവ് സംഘിയാണ് എന്ന് അങ്ങ് ആഞ്ഞ് പറയാൻ ഉറപ്പിക്കാൻ വേണ്ടി അവർ എത്രയെത്ര മാർഗങ്ങൾ ഉപയോഗിച്ചു. സഖാവ് M സ്വരാജിനെ പോലും പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ സംഘപരിവാരത്തിനെതിരെ നിരന്തരമായി സംസാരിക്കുന്ന ആളുകളാണ് വിജയരാഘവൻ സഖാവും സ്വരാജുമൊക്കെ. പോട്ടെ, ഇപ്പം അടുത്ത് നോക്കൂ നിങ്ങൾ, ഇന്ത്യയിലെ CPM-ന് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിൽ രാജ്യത്തിൻ്റെ പാർലമെന്റിനകത്ത് സംഘപരിവാരത്തിനെ, RSSനെ, അമിത്ഷായെ ഇന്ന് പോലും ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന സഖാവ് ജോൺ ബ്രിട്ടാസിനെ ഉൾപ്പെടെ, അതായത് ഈ സ്വരാജ് ആയാലും ജോൺ ബ്രിട്ടാസ് ആയാലും വിജയരാഘവനായാലും കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, എല്ലാ മതസ്ഥർക്കും, മതനിരപേക്ഷ വിശ്വാസികൾക്കൊക്കെ വലിയ ആവേശവും പ്രതീക്ഷയുമുള്ള നേതാക്കന്മാരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. അങ്ങനെയുള്ള നേതാക്കന്മാരെ ബോധപൂർവമായി സംഘിപ്പട്ടം ചാർത്തിക്കൊടുക്കാൻ മുന്നിൽ നിൽക്കുന്നത് ആരായിരുന്നു? അത് ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിക്കുന്ന വേളയിൽ അന്ന് തുടങ്ങി ഇങ്ങോട്ട് ഏറ്റവും ബോധപൂർവമായി അതിങ്ങനെ എണ്ണി വെച്ചുകൊണ്ടിരിക്കുക, ചാപ്പകുത്തുക കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് മുകളിൽ. നമ്മളത് കണ്ടുകൊണ്ടിരുന്നതാ. എന്തിന് KPA മജീദ് സാക്ഷാൽ ജോൺ ബ്രിട്ടാസിനെ വിളിച്ചത് മുന്ന എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് വിളിക്കാൻ കാരണം? സുരേഷ് ഗോപി ആരാ? തൃശ്ശൂരിൽ ഈ പറയുന്ന രാജു പി നായരുടെ കോൺഗ്രസ് ബോധപൂർവമായി K മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിൽ കൊണ്ടുവന്ന് TN പ്രതാപനെ മാറ്റി അവിടെ ആരെ മത്സരിപ്പിക്കുകയാണ്? ഈ മുരളിയെ മത്സരിപ്പിച്ച് 1 ലക്ഷത്തോളം വോട്ട് BJPക്ക് കൊടുത്ത് BJPക്ക് ലോകസഭയിൽ അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്ത സാഹചര്യം. അവിടെ വിജയിച്ച സുരേഷ് ഗോപി ഭീകരമായി ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സുരേഷ് ഗോപിക്കെതിരെ ഉപയോഗിച്ച ആ മുന്ന പദപ്രയോഗം എടുത്ത് KPA മജീദ് എന്ന് പറയുന്ന മുൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ MLA-യും ഒക്കെ ആയിരിക്കുന്ന മുതിർന്ന നേതാവ് ഫേസ്ബുക്കിൽ ആർക്ക് ചാർത്തി കൊടുക്കുക? ജോൺ ബ്രിട്ടാസിന് ചാർത്തി കൊടുക്കുക. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതാണ് എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? സ്വരാജിനെ കുറിച്ച് പറഞ്ഞത് മറന്നുപോയോ നിങ്ങൾ? ഈ വിജയരാഘവൻ സഖാവിനെ കുറിച്ച് മറന്നുപോയോ നിങ്ങൾ? ഇവരൊക്കെ പറയുന്നത് പോലെ ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? ഇവരെന്തുകൊണ്ട് മലപ്പുറം ജില്ല വിഭജിച്ചാൽ അത് കുട്ടി പാകിസ്ഥാനാകും എന്ന് പറഞ്ഞ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നില്ല? മലപ്പുറം ജില്ലാ വിഭജന കാലഘട്ടത്തിൽ ഏറ്റവും രൂക്ഷമായി ഈ പറയുന്ന കോൺഗ്രസ് ആയിരുന്നില്ലേ പ്രതികരിച്ചിരുന്നത് മുസ്ലിം ലീഗിനെതിരെയും ഈ മലപ്പുറം ജില്ലക്കെതിരെയും? ജില്ലാ രൂപീകരണത്തിനെതിരെ എത്ര മോശമായ രീതിയിലാണ് അവർ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോ അതും ഈ മുസ്ലിം ലീഗ് നോക്കണം നിങ്ങൾ, NIA ഭേദഗതി നിയമം ഇവിടെ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ബിരിയാണി തിന്നാൻ ഇവിടെ മലപ്പുറത്തേക്ക് ഓടി വന്ന് കല്യാണത്തിൽ പങ്കെടുത്ത മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് ജോൺ ബ്രിട്ടാസിനെതിരെ പറയുന്നത്. മുത്തലാഖ് ബില്ല് അവിടെ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ഇടതുപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഷേധവും പ്രക്ഷോഭവും നടത്തുന്ന സമയത്ത് കല്യാണത്തിനും ബിരിയാണി തിന്നാനും ഓടിപ്പോയ മുസ്ലിം ലീഗുകാര് ഈ കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാരെ, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അചഞ്ചലമായി നിലകൊള്ളുന്നവരെ സംഘിപ്പട്ടം ചാർത്തിക്കൊടുക്കാൻ മത്സരിക്കുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയാണ്, അവരുടെ സ്ക്രിപ്റ്റാണ്.
ആ സ്ക്രിപ്റ്റ് പിടിച്ച മുസ്ലിം ലീഗും കേരളത്തിലെ ചില പ്രത്യേക താല്പര്യക്കാരും ഒക്കെ ഒന്നിച്ചണിനിരക്കുക. അതിന് കോൺഗ്രസ് നിന്നൊടുക്കുക. ജമാഅത്തെ ഇസ്ലാമിക്ക് പോലും ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മാറി. ജമാഅത്തെ ഇസ്ലാമിക്ക് പോലും അങ്ങനെ ഒരു അഭിപ്രായമില്ല, ഞങ്ങൾ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന് പോലും അത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം മുസ്ലിം സമുദായത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിട്ടും വി.ഡി. സതീശൻ ഇടപെടുക. ഇങ്ങനെ ബോധപൂർവമായി ഈ രാഷ്ട്രീയ പരിസരത്തിൽ വർഗീയമായ ചെരിതിരിവുണ്ടാക്കാൻ ആരാണ് പരിശ്രമിക്കുന്നത്? കേരളത്തിലെ വലതുപക്ഷമാണ്. അതിന്റെ ബുദ്ധി കേന്ദ്രം ജമാഅത്തെ ഇസ്ലാമിയാണ്. ശരി വസീഫ്, ഈ തോറ്റവാദങ്ങൾ പിന്നെയും നിങ്ങൾ ഉന്നയിക്കുന്നത് എന്തിനാണ്? കാരണം നിങ്ങൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളടക്കം ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആയുധമാക്കി. അതിനി വിലപ്പോകുന്നില്ല എന്ന് കാണുമ്പോൾ പുതിയ തന്ത്രങ്ങൾ എടുക്കണ്ടേ? നിങ്ങൾക്ക് തന്ത്രങ്ങൾക്ക് കുറവുണ്ടോ? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, വിജയരാഘവനെതിരെ എന്തുകൊണ്ടാണ് ലീഗ് പ്രതികരിച്ചത്? ലീഗും കോൺഗ്രസും പ്രതികരിച്ചല്ലോ. വിജയരാഘവൻ എന്തു പറഞ്ഞിട്ടായിരുന്നു? അങ്ങേക്ക് ഓർമ്മയുണ്ടോ? വിജയരാഘവൻ 1, 2 ഒന്നും അല്ല, വർഗീയ പരാമർശം ഇഷ്ടം പോലെയുണ്ട്. അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്താണ് കാര്യമെന്ന്? അല്ല സ്മൃതി, ഈ സ്മൃതി പറയുന്നത് പോലെ തന്ത്രങ്ങൾ സ്വീകരിക്കണം എന്നാണോ സ്മൃതി? ഞാനൊന്നും പറയാൻ ആളല്ലേ. ഞങ്ങളുടെ തന്ത്രങ്ങളെങ്കിലും സ്വീകരിക്കാനുള്ള ഒരു അധികാരം അല്ല. മാത്രം അത് ചോദ്യമല്ല കേട്ടോ, അത് ചോദ്യമല്ല. ഞങ്ങളെ കാര്യം ഞങ്ങൾക്ക് വിട്. ഞങ്ങൾ ഈ കേരളത്തിൽ ആദ്യമായി തോൽക്കുകയോ ആദ്യമായി ജയിക്കുകയോ ചെയ്ത പാർട്ടിയല്ല. ഞങ്ങൾ കുറച്ചു കാലമായിട്ട് ഇവിടെ ഉണ്ട്. ഏതൊക്കെ കാലം ഞങ്ങളെ സംഘിപ്പട്ടം ചാർത്താൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ വിജയരാഘവൻ സഖാവിന്റെ ഒരു പ്രസംഗം നിങ്ങൾ പറയുന്നിടത്ത് ഞാനും വരാം, നിങ്ങളും വാ. ഇതൊക്കെ കേസ് വരെ പോയതാണ്, വരെ പരാതി കൊടുത്തതാണ്. നിങ്ങൾ പറയുന്നത് വയനാട് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് വർഗീയ വോട്ട് നേടിയിട്ടാണ് എന്ന് പറഞ്ഞതിനെതിരെ പരാതി പോയതല്ലേ, കേസ് പോയതല്ലേ? എന്താ അതിന്റെ അർത്ഥം? അതായത് ജനം തെരഞ്ഞെടുത്ത നേതാവിനെ, അതും ചെറിയ ഭൂരിപക്ഷമൊന്നും അല്ലല്ലോ. ഞാൻ ചോദ്യം പൂർത്തിയാക്കട്ടെ. ജയിച്ച തെരഞ്ഞെടുപ്പുകൾ, ഒരു മിനിറ്റ് പറയട്ടെ. ഇത് കുറെ കാലം ചോദിച്ചതല്ല, അത് പറഞ്ഞിട്ട് കാര്യമല്ലോ. ജയിച്ചു പോയതാണല്ലോ, ഇവിടുത്തെ വയനാടിന് MP ആണല്ലോ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ജനം തിരഞ്ഞെടുത്ത, ജനം വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തതാണ്. തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അതായത് വയനാട്ടിൽ മുഴുവൻ എന്ന വാദമാണ് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ പറയുന്ന വിജയരാഘവൻ പറഞ്ഞത്. അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള നിലപാടാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അത് വിജയരാഘവൻ പറഞ്ഞതിനെതിരെയാണ് കേസുണ്ടായത്. ആ വർഗീയ പ്രസംഗം, വർഗീയ പ്രതികരണം, അത് ഉറപ്പായും വർഗീയ പ്രതികരണമായിട്ട് തന്നെയാണ് കേൾക്കുന്നവർക്ക് തോന്നുക. അപ്പോൾ അതിനെതിരെ മിണ്ടിക്കൂടാ എന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല. ഇനി ഞാൻ ചോദിച്ചത്, അങ്ങിപ്പോൾ ഈ മലപ്പുറം ജില്ല രൂപീകരിച്ചതിനെ കുറിച്ചൊക്കെയാണല്ലോ പറയുന്നത്. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ അടുത്ത കാലത്ത് അങ്ങ് വെള്ളാപ്പള്ളിയെ പറ്റി പറയുമ്പോൾ അങ്ങേക്ക് എന്താണ് ഇത്ര പൊള്ളൽ വസീഫ്? വെള്ളാപ്പള്ളിയെ കുറിച്ചല്ലേ ചോദ്യം? CPM നേതാക്കളെ കുറിച്ച് ആയിരുന്നില്ലല്ലോ. അല്ലല്ല, എന്റെ ചോദ്യം നമ്മുടെ ചോദ്യം തന്നെ വെള്ളാപ്പള്ളിയോട് സമീപനമോ എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയുടെ വർഗീയ നിലപാടിനെ ശക്തമായി തള്ളിക്കളയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് കോൺഗ്രസിനെതിരെയാണ് ജമാഅത്തെ ഇസ്ലാമിയും കൂട്ടിക്കെട്ടുമ്പോ സ്മൃതിക്കെന്തിന് അസ്വസ്ഥത? എനിക്കൊരു അസ്വസ്ഥതയില്ല. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടൽ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുമായി പുണ്യാളന്മാരുടെ സംഘടനയാണ്. അല്ല, നിങ്ങളുമായി എന്തായിരുന്നു വസീഫ്? നിങ്ങളുമായി സഹകരണം ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? നിങ്ങളുമായി തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി നല്ല സംഘടനയാണ്, നിലപാടുള്ള സംഘടനയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ MV ഗോവിന്ദൻ പ്രസംഗിക്കുന്നത്, പാർട്ടി മുഖപത്രത്തിലെ ലേഖനം, മുഖപ്രസംഗം എത്ര തവണ കേട്ടാലും മതിയാവില്ല. പിന്നെയും അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അല്ല, ഇനി എനിക്കും സമയം തരുമോ? അല്ല, എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കേട്ടോ. അങ്ങേക്ക് പറയാനുള്ള മാത്രം പറഞ്ഞു പോയത്, ചോദ്യത്തിനും കൂടി ഉത്തരം പറയണം. തുള്ളാനും നിങ്ങൾക്ക് ഇളകാനും അല്ല, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ മാത്രം ഒന്നും ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല, ഏതെങ്കിലും ചോദ്യത്തിനെങ്കിലും ഒരൊറ്റ ഉത്തരമെങ്കിലും പ്ലീസ്, റിക്വസ്റ്റ് ആണ്. അല്ല, അങ്ങനെയൊന്നല്ല.
നിങ്ങൾക്ക് വായൽ തോന്നുന്നതൊക്കെ ചോദിക്കാം. ആ ചോദിക്കുന്നതിന് അതുപോലെ ഞാൻ മറുപടി പറയണമെന്നൊന്നും കരുതിയാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ശരി, അതാണ് സ്മൃതിയുടെ ചോദ്യങ്ങളെ കുറിച്ച് അല്ല, സ്മൃതിയുടെ ചോദ്യത്തെ കുറിച്ച് കേരള സമൂഹത്തിന് നല്ല ധാരണ ഉണ്ട്. സ്മൃതി, അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബാക്കി ഞാൻ പറയാം. പിന്നെ സ്മൃതി അല്ല, സ്മൃതി ഇപ്പോ അല്ല, ആയിക്കോട്ടെ സ്മൃതി ഇപ്പോ അല്ല, അതെ, സമൂഹം എന്ന് പറഞ്ഞാൽ സ്മൃതിയും അല്ല. സ്മൃതി ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളല്ല സമൂഹം ആഗ്രഹിക്കുന്നത്. സ്മൃതിയുടെ ഇപ്പൊ പറയാൻ ശ്രമിച്ചത് ഞാൻ പറയാം, ഓരോന്ന് തന്നെ പറഞ്ഞുതരാം. മാധ്യമപ്രവർത്തകരല്ല, എല്ലാ മാധ്യമപ്രവർത്തകരെയും ഒരുപോലെ കാണണ്ട. വെള്ളാപ്പള്ളിയെ പറ്റി ചോദിക്കുന്നത് രോഷം കൊള്ളുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞോട്ടെ. കേരളത്തിലെ കോൺഗ്രസിന് വെള്ളാപ്പള്ളി വർഗീയവാദിയാണ് എന്നുള്ള അഭിപ്രായം ഉണ്ടോ? കേരളത്തിലെ പൊതുസമൂഹത്തിന് പൂർണ്ണമായും വെള്ളാപ്പള്ളി വർഗീയവാദിയാണ്, അഭിപ്രായം ഉണ്ടോ? കോൺഗ്രസ്സുകാരെന്ന് പറയട്ടെ പൂർണ്ണമായിട്ടും. നിങ്ങൾ ഈ ചർച്ചയിൽ അല്ല, ആയിക്കോട്ടെ, ഓക്കെ നിങ്ങളത് പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SNDPയുടെ നേതാവാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് ഒന്നോ രണ്ടോ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ വന്നാൽ ആ സ്റ്റേറ്റ്മെന്റുകൾ മാത്രം മുൻനിർത്തി അദ്ദേഹത്തെ വിലയിരുത്താൻ ഞങ്ങൾ തയ്യാറല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റുകളെ ഇനി ഞാൻ പറഞ്ഞോട്ടെ, തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾക്കെതിരെ പരാതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളി മാത്രമല്ല, ആര്യാടൻ മുഹമ്മദ് മലപ്പുറത്തെ അല്ല, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ എന്തായി ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ പറയട്ടെ. സ്മൃതി വെള്ളാപ്പള്ളിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അത് അന്വേഷണവും കേസും ഒക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഈ പരാതി എന്ന് പറയുന്നത് പിടിച്ചിട്ട് അങ്ങ് അകത്തിടാനുള്ള പരാതി ഒന്നും ആവില്ലല്ലോ. ഓരോ പരാതിക്കും അതിൻ്റെതായ എന്തുണ്ട്, തലങ്ങളുണ്ട്. അത് ആ രീതിയിൽ പരിശോധിക്കും. അല്ല, സ്മൃതി ആഗ്രഹിക്കുന്നത് പോലെയല്ല, അത്രേ പറയാൻ സൗകര്യമുള്ളൂ. ഞാൻ പറഞ്ഞോട്ടെ, സ്മൃതി അസ്വസ്ഥാവല്ലേ? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. സ്മൃതി ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നില്ലേ? ആ പരാതി അന്വേഷണം നടക്കുന്നുണ്ട്, ഞങ്ങൾ അതിന് പരാതി കൊടുത്തിട്ടുമുണ്ട്. ഇനി അടുത്തത് പിന്നെ പറയാം. ഇവിടെ ആര്യാടൻ മുഹമ്മദ് മലപ്പുറത്തെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ലേ? മലപ്പുറം ജില്ല ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കുട്ടി പാകിസ്ഥാൻ ആകുമെന്ന് ആര്യാടൻ പറഞ്ഞിട്ടില്ലേ? ആര്യാടനെ വർഗീയവാദി എന്നാണോ കോൺഗ്രസ് പറയാ? രാജു പി നായർ പറയോ? എത്ര തവണ മലപ്പുറത്തെ തങ്ങന്മാർക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയിട്ടുണ്ട് ആര്യാടൻ മുഹമ്മദ്? ഇല്ലേ? മലപ്പുറത്തെ എത്ര കോൺഗ്രസ്സുകാരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്? ഈ കോൺഗ്രസ്സുകാരെ ഇതുപോലെ പറയാൻ ഇവർ തയ്യാറാവില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു, വിജയരാഘവൻ സഖാവ് പ്രസംഗത്തിൽ പറഞ്ഞു വർഗീയവാദികളുടെ വോട്ട് വാങ്ങി. എന്തേ വോട്ട് വാങ്ങിയിട്ടില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയും SDP ഒക്കെ വർഗീയവാദികളാണ്. അവർ പരസ്യമായി ഈ പറയുന്ന കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. പിന്നെ അത് പറയണ്ടേ? പറയാതിരിക്കാൻ പറ്റുമോ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.